പരമന ദേഷ്യം കൊണ്ട് നാസിക വിറച്ചു. താൻ എന്തു പറയും? താനും തൻ്റെ കുടുംബവും ഇവളോട് ചെയ്തത് മഹാ അപരാധമാണ്. പാവമാണ് തൻ്റെ പാറുക്കുട്ടി. അവൾ ആരോട് പോയി പരാതി പറയാൻ? അയാൾ അല്പം തണുത്തു. സാരല്ല, താനൊന്ന് ക്ഷമിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അയാൾക്ക് വീണ്ടും കൊനിഷ്ഠബുദ്ധി തെളിഞ്ഞു വരികയാണ്. പാറുക്കുട്ടി തല ഉയർത്തി തൻ്റെ പതിയെ ശ്രദ്ധിക്കാൻ കാതോർത്തു. അയാൾ പൊടുന്നനെ തൻ്റെ കുരുട്ടുബുദ്ധിയെ ശാസിച്ച് അടക്കി വെച്ചു. അല്പനേരം സന്തോഷമായി തന്നെ തനിക്ക് ഇവളുടെ സമീപം ഇരുന്നേ പറ്റൂ. അതല്ലെങ്കിൽ താൻ ഒരു നോക്കുകുത്തിയായി കാലം ജീവിച്ചു തീർക്കേണ്ടി വരും. അയാൾ പതിയെ പാറുവിൻ്റെ ചാരയിരുന്നു. അപ്പോൾ തന്നെ പാറുവിന് പരമേശ്വരനിൽ നിന്നും ഒരു ദുർഗന്ധം വമിച്ചു. അത് മദ്യമാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. വയറിനുള്ളിൽ നിന്ന് ഓക്കാനത്തിൻ്റെ തുടക്കം അവൾക്കറിഞ്ഞു. പരമൻ സമീപത്തു നിന്നും അവൾ മാറിയിരുന്നു. അത് അയാൾക്ക് വളരെയേറെ ദുഃഖം തോന്നിച്ചു. അയാൾ കുട്ടിയെയും തോളിലിട്ടുകൊണ്ട് ചാവടിയിലേക്ക് ഇറങ്ങി. ദുഃഖം സാഗരമാകാറുണ്ട്. ഉള്ളിൽ അയാൾക്ക് ഒന്ന് ഉറക്കെ കരയണമെന്ന് തോന്നി. തൻ്റെ സംശയം ഉച്ചസ്ഥായിയിലായിരിക്കുന്നു. പാറു പിറ്റേന്ന് രാവിലെ മാമയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അയാൾക്ക് അന്ന് ഓഫീസിൽ പോകേണ്ടതുണ്ടായിരുന്നു. വേണ്ടിയിരുന്നില്ല. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടാവുമല്ലോ അല്ലേ? 2-3 ദിവസം നന്നായി വിശ്രമിച്ചോളൂ. പഴങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? തൻ്റെ പരമേട്ടൻ്റെ സ്ഥാനത്തായിരുന്നു ഞാനെങ്കിൽ താൻ എത്ര ഭാഗ്യവതിയാകുമായിരുന്നു. മാധവമാമയുടെ അർത്ഥം വെച്ചുള്ള സംസാരം തൻ്റെ പരമേട്ടന് എതിരായിരുന്നു എന്ന് കണ്ടതും പാറു മാധവനെ അല്പം രൂക്ഷമായി നോക്കി. താനെന്നെ നോക്കണ്ട, സത്യം പറഞ്ഞേ ഉള്ളൂ. അയാൾ പോകുന്നത് നോക്കി പാറു നിന്നു. ശരിയാണ് മാമ പറഞ്ഞത്. തൻ്റെ പരമേട്ടന് തന്നെ ഒരു ശ്രദ്ധയുമില്ല. നങ്ങ പാറുവിൻ്റെ നിൽപ്പ് ശ്രദ്ധിച്ചു. തൻ്റെ മകൻ്റെ ശ്രദ്ധയില്ലായ്മയിൽ മരുമകൾ മാമയെ നോക്കുന്നതിൽ തെല്ലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശങ്കുനായരും നങ്ങയെ മുഖത്തോട് മുഖം നോക്കി. പരമൻ വളരെ ഉറക്കച്ചടവോടുകൂടി അകത്തുനിന്ന് വന്നത് ആ സമയമായിരുന്നു. നീ പരമന് ചായ കൊടുത്തതില്ലേ? പാർവതി തിരിഞ്ഞു നോക്കി. അമ്മയും അച്ഛനും പോരാത്തതിന് പരമേട്ടനും തന്നെ മാത്രം നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ജാള്യത തോന്നി. താൻ മാമയെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ടാകുമോ? അവൾക്ക് എല്ലാവരോടും നീരസം തോന്നി. അന്ന് വൈകുന്നേരത്ത് പാറുവിൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വന്ന് തൻ്റെ 2ാമത്തെ മകളുടെ വിവാഹക്കാര്യം ഉറപ്പിക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. മാധവനോട് സംസാരിച്ച് ഉദ്ദേശങ്ങളെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും കൂടി അതിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് സാരം.